ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2018 പുറത്തിറങ്ങിയ ചരിത്രഹീൻ എന്ന ബംഗാളി സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ അറേഞ്ച്ഡ് മാരേജ് കഴിക്കുന്നു. ഒരു നിർബന്ധിത വിവാഹം എന്ന് തന്നെ പറയാം. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആ ഭർത്താവിന് ആക്സിഡന്റ് ആകുകയും അദ്ദേഹത്തിന്റെ ശരീരം അനക്കാൻ പോലും ആവാത്ത അവസ്ഥയിലാകുകയും ചെയ്യുന്നു. ഏകദേശം 2 വർഷത്തോളം ഈ ഭാര്യ തന്നെയാണ് ആ ഭർത്താവിനെ നോക്കുന്നത്. എങ്കിലും തന്റെ ഭാര്യയോട് ഭർത്താവിന് സംശയം വരികയും തന്റെ ഭാര്യ വീട്ടിൽ തന്നോട് വിശ്വസ്തയോടാണോ നിൽക്കുന്നത് എന്ന് പരിശോധിക്കാൻ വീട് മുഴുവൻ, എന്തിനേറെ പറയുന്നു ബാത്റൂമിൽ വരെ ധാരാളം ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഈ ക്രൂരത മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്, തന്റെ ഭാര്യയുടെ പേരിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുറക്കുകയും അതിൽ ആരെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി അങ്ങനെ ചാറ്റ് ചെയ്യുന്നവരോട് ഇദ്ദേഹം തിരിച്ച് ചാറ്റ് ചെയ്ത് അവരെ വട്ടം കറക്കുന്ന തരത്തിലുള്ള നിരവധി കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെയാണ് കാണാൻ പാടില്ലാത്തൊരു ഭയാനകമായ സംഭവം അവിടെ നടക്കുന്നത്. അതിൽ ആ ഭർത്താവിന് എന്ത് സംഭവിക്കുന്നു, അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അവസ്ഥ എന്താവുന്നു, ഒരാൾക്ക് ഒരുവൾ എന്ന് ജീവിക്കുന്നത് കൊണ്ട് അവിടെ എന്ത് പ്രഖ്യാതങ്ങളാണ് അവർ നേരിടേണ്ടി വരുന്നത് എന്ന് വളരെ രസകരമായി ഈ കഥയിൽ നമ്മൾ കാണാൻ പോവാണ്. സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ സീരീസിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ കൊൽക്കത്തയിലുള്ള ഒരു വലിയ വീടാണ് കാണിക്കുന്നത്. ആ വീടിനുള്ളിൽ ഒരു നിർഭാഗ്യകരമായ സംഭവം നടന്നിരിക്കുന്നു. വീടിന് മുന്നിൽ മാധ്യമങ്ങളും ആളുകളുമായി എല്ലാവരും തടിച്ചു കൂടിയിട്ടുണ്ട്. ആ വീട്ടിലെ ഭർത്താവിനെ ആരോ കൊലപ്പെടുത്തി. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസ് അവിടെയെല്ലാം തടിച്ചു കൂടിയിട്ടുണ്ട്. ഇനി കഥ നേരെ 6-7 മാസം പിന്നിലേക്ക് പോകുന്നു. ഇതാ ഇവിടെ നിൽക്കുന്നില്ലേ, ഈ സ്ത്രീയാണ് കിരൺ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അറേഞ്ച്ഡ് മാരേജ് ചെയ്ത ആ ഭാര്യ, അവരാണിത്, നമ്മുടെ സീരീസിലെ നായിക. അങ്ങനെ അവൾ അവിടെയുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ എത്തിയിരിക്കുകയാണ്. ഏതൊരു കല്യാണത്തിന് പോകാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകാനാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതേ ബ്യൂട്ടി പാർലറിലേക്ക് മസാജ് ചെയ്യണമെന്ന് പറഞ്ഞ് സതീഷ് എന്നൊരു പയ്യൻ വരുന്നു. ഇവനാണ് നമ്മുടെ ഹീറോ. സതീഷ് എപ്പോഴും ആ പാർലറിൽ വന്ന് അവിടെ സാവിത്രി എന്നൊരു പെൺകുട്ടിയെ കൊണ്ട് മസാജ് ചെയ്യിക്കാറുണ്ട്. ആ സമയത്താണ് അവിടെ വന്നിരിക്കുന്ന നമ്മുടെ നായിക കിരണിനെയും സതീഷ് കാണുന്നത്. കണ്ട ഉടനെ കിരണിന്റെ സൗന്ദര്യത്തിൽ അവൻ മയങ്ങുന്നു. ശരി, മസാജ് ചെയ്യാം, സാവിത്രി ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ ബുക്കിംഗ് ഇല്ലാതെയാണ് വന്നത്, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്ന് റിസപ്ഷനിസ്റ്റ് സതീഷിനോട് പറയുന്നു. ഹലോ, സാവിത്രിയുടെ ക്ലോസ് ഫ്രണ്ടാണ് ഞാൻ, എന്നോടാണോ വെയിറ്റ് ചെയ്യാൻ പറയുന്നത് എന്ന് ചോദിച്ച് അവൻ അവിടെ നിന്നും ദേഷ്യപ്പെട്ടു പോകുന്നു. സതീഷിനെ സംബന്ധിച്ച് അവൻ ഭയങ്കര ഒരു പ്ലേ ബോയ് ആണ്. മുംബൈയിലുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ഈ മസാജ് പാർലറിൽ വന്ന് അവിടെയുള്ള സാവിത്രിയുമായും അവൻ പ്രേമ നാടകം കളിക്കും. ഇപ്പോൾ ഇതിനിടയിൽ നമ്മുടെ നായികയെ കണ്ടിട്ടുമുണ്ട്. ഇനി നേരെ കട്ട് ചെയ്താൽ നമ്മുടെ നായിക കിരൺ പോയിക്കൊണ്ടിരിക്കുന്ന കല്യാണത്തിന് പോവാണ്. അബ്ബാസ് എന്ന പേരുള്ള ഒരാളുണ്ട്, കാണാൻ നല്ല സ്മാർട്ടാണ്. അവൻ്റേതാണ് കല്യാണം. എടാ അബ്ബാസ്, എന്തിനാടാ കല്യാണത്തിന് തീർച്ചയായും വരണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ നീ ഒറ്റയ്ക്കുള്ളല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അബ്ബാസ് പറയുന്നുണ്ട്, ഞാൻ കല്യാണത്തിന് വിളിച്ചു, നിന്നെ മാത്രമാണ് വിളിച്ചത് കിരൺ. ഞാൻ യഥാർത്ഥത്തിൽ നിന്നെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു കിരൺ, എന്നെ വിട്ട് പോകരുത്, എൻ്റെ പ്രണയം സ്വീകരിക്കണം എന്ന് അബ്ബാസ് പറയുന്നു. എടാ, കല്യാണം എന്ന പേരിൽ അഭിനയിച്ച് എന്നെ പറ്റിച്ച് ഇവിടെ വരുത്തിയിട്ട് പ്രപ്പോസ് ചെയ്യാണോ? എനിക്ക് മുൻപേ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ഭർത്താവ് ഉണ്ടടാ എന്ന് കിരൺ പറയുന്നു. ആ ഭർത്താവ് ആക്സിഡന്റ് ആയി 2 വർഷമായി നടക്കാൻ പോലും ആകാതെ ഒന്നിനും കൊള്ളാതിരിക്കുകയല്ലേ, അവനെ വിട്ടിട്ട് പോരെ, എന്നെ കല്യാണം കഴിക്കുക എന്ന് അവൻ ചോദിക്കുന്നു. കല്ലായാലും പുല്ലായാലും അദ്ദേഹം എൻ്റെ ഭർത്താവാണ്, മരിക്കുന്നവരെ ഈ കിരൺ അദ്ദേഹത്തിന് മാത്രം സ്വന്തമാണെന്ന് പറഞ്ഞ് ആ അബ്ബാസിന്റെ പ്രണയം നിരസിച്ച് നമ്മുടെ നായിക കിരൺ അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് കിരണും അബ്ബാസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയുന്നത്. അവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കിരണും അബ്ബാസും ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. എന്നാൽ ആ ബന്ധം കിരണിന്റെ വീട്ടിൽ സമ്മതിച്ചില്ല. അതിനുശേഷമാണ് വേറൊരാൾക്ക് കിരണിനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. ഇപ്പോൾ കിരണിന് അബ്ബാസിനോട് സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മറന്ന് ഇപ്പോൾ അവൾ തന്റെ ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നു. ഇവിടെ സതീഷ് 1 മണിക്കൂറിന് ശേഷം തിരികെ ആ ബ്യൂട്ടി പാർലറിൽ വരുന്നു. അവിടെ വെച്ച് സാവിത്രിയെ കാണുന്നു. ഈ ബ്യൂട്ടി പാർലറിൽ മസാജ് എന്ന പേരിൽ സാവിത്രി അങ്ങനെയുള്ള ചില കാര്യങ്ങളും ചെയ്യാറുണ്ട്. എന്നാൽ സതീഷ് സാവിത്രിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ ഈ ജോലി വിട്ടു പോരെ, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് സാവിത്രിയോട് പ്രേമം നടിക്കുകയാണ്. ഇവിടെ നമ്മുടെ നായിക കിരൺ വീട്ടിലേക്ക് വരുന്നു. വീൽ ചെയറിലിരിക്കുന്ന തന്റെ ഭർത്താവായ ഉണ്ണിമേനോനെ അവൾ കാണുന്നു. എന്താ, ഇന്നും റൂമിൽ തന്നെയാണോ? നിങ്ങളുടെ അനിയന്റെ കൂടെ ഒന്ന് പുറത്തുപോയി കാറ്റൊക്കെ കൊള്ളായിരുന്നില്ലേ? പറഞ്ഞാൽ കേൾക്കില്ല. എല്ലാ റൂമിലും CCTV ക്യാമറ വെച്ചിട്ട് ഇവിടെ തന്നെ ഞാൻ ഇപ്പോൾ വരും എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഫംഗ്ഷന് പോകുന്നില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ മറുവശത്ത് അബ്ബാസിനെ കാണിക്കുന്നു. അബ്ബാസിന് ഒരു 6 മാസം മുമ്പ് രഹസ്യമായി കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവൻ നായികയായ കിരണിനോട് പറഞ്ഞിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ടും കിരണിനെ തന്നെ വേണം എന്ന ചിന്തയിലാണ് ഈ അബ്ബാസ്. ഇത് കല്യാണം കഴിച്ച ആ അബ്ബാസിന്റെ ഭാര്യയ്ക്കും അറിയാമായിരുന്നു. ഓരോ രാത്രിയിലും ആ കിരണിനെ ഓർത്തുകൊണ്ടാണ് അവൻ ഭാര്യയുടെ അടുത്തേക്ക് വരുന്നത്. ഇതിൽ അവരുടെ ജീവിതം തന്നെ വെറുത്തുപോയി അവർ ധാരാളം മദ്യപിക്കാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ ഓരോ രാത്രിയും തന്റെ ഭർത്താവ് കാമുകിയെ ഓർത്തുകൊണ്ട് തന്നോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ എന്ത് ന്യായമാണ്? ഈ നരകത്തിൽ വന്ന് പെട്ടല്ലോ എന്ന് കരുതി അവർ കുടിച്ച് കരഞ്ഞ് ഒരു ഘട്ടത്തിൽ രോഗിയാവുകയും ചെയ്യുന്നു. മറുവശത്ത് വീട്ടിൽ വന്ന നായിക കിരണിനെ കാണിക്കുന്നുണ്ട്.
ഭർത്താവിനോട് എത്ര സ്നേഹത്തോടെ സംസാരിച്ചാലും 2 വർഷമായി ഭർത്താവ് ഇതേ വീൽ ചെയറിലാണ്. അവർക്കിടയിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടായിട്ട് വരെ നാളുകളായി, വർഷങ്ങൾ തന്നെയായി. അതെല്ലാം ഇപ്പോൾ കിരൺ ഓർത്തു നോക്കുകയാണ്. മറുവശത്ത് അബ്ബാസ് കിരണിനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ, അതെല്ലാം അവൾ റൂമിൽ വന്ന് ഓർത്തു നോക്കുകയാണ്. ഭർത്താവും ഭാര്യയും ഒരേ വീട്ടിലാണെങ്കിലും കിരണിന് ഉണ്ണി പ്രത്യേക റൂം നൽകിയിരുന്നു. അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ് ആ റൂം. അവിടെയാണ് അവൾ ഫ്രഷ് ആകുന്നതും ബാത്റൂം ഉപയോഗിക്കുന്നതും അവളുടെ വസ്ത്രങ്ങളൊക്കെ ഇരിക്കുന്നത്. താഴത്തെ റൂമിലാണ് ഭർത്താവ് ഉള്ളത്. എപ്പോഴാണോ ഉണ്ണിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത് അന്നു മുതൽ അവന് തന്നോട് തന്നെ ഒരു അപകർഷതാബോധം വന്നിരുന്നു. അതുകൊണ്ട് തന്റെ ഭാര്യയെ 2 വർഷമായി അടുത്തുപോലും അവൻ നിർത്തില്ലായിരുന്നു. എന്നാൽ ഭാര്യയുടെ സൗന്ദര്യം ദൂരെ നിന്ന് ആസ്വദിക്കുമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വീട് മുഴുവൻ CCTV ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രധാനമായും അവിടെയുള്ള ബാത്റൂമിൽ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭാര്യ എന്ത് ചെയ്താലും അവൻ കാണും. ബാത്റൂം ഉപയോഗിക്കുന്നത് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുമപ്പുറം തന്റെ ഭാര്യയുടെ പേരിൽ ഒരു ഫേസ്ബുക്ക് ID അവൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്ന പയ്യന്മാരെയും ഒക്കെ ഇടയ്ക്കിടെ ഒരു വിഗ് വെച്ച് തന്റെ ഭാര്യയാണെന്ന വ്യാജേന അവൻ ചാറ്റ് ചെയ്യും. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഹീറോ സതീഷ് ഇല്ലേ, അവന്റെ അടുത്ത് നിന്ന് നമ്മുടെ ബ്യൂട്ടി പാർലറിൽ കണ്ട പെൺകുട്ടിയല്ലേ എന്ന് ചോദിച്ച് ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നത്. അത് ഈ ഭർത്താവ് അക്സെപ്റ്റ് ചെയ്യുകയും രാത്രി സമയത്ത് സതീഷുമായി അവൻ ചാറ്റ് ചെയ്ത് പ്രേമം നടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. തന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ വന്ന് ചാറ്റ് ചെയ്യുന്ന പുരുഷന്മാരുമായി എത്രത്തോളം അതിര് കടക്കാമോ അത്രത്തോളം അവരെ വശത്താക്കിയിട്ട് അതിനുശേഷം താനൊരു പുരുഷനാണെന്ന സത്യം വെളിപ്പെടുത്തും. അതിൽ അവനൊരു സന്തോഷമുണ്ട്. അതിനായി അവൻ ഏതറ്റം വരെയും പോകും. ഇപ്പൊ പോലും തന്റെ ഭാര്യ ബാത്റൂം ഉപയോഗിക്കുന്നതിന്റെ ഫോട്ടോ എടുത്ത് ഇപ്പോൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സതീഷിന് അയച്ചു കൊടുത്ത് താൻ സത്യമായും കിരൺ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് അവൻ വിശ്വസിപ്പിക്കുന്നു. ഏതെങ്കിലും ഭർത്താവ് ഇത്രയും മോശമായ കാര്യം ചെയ്യുമോ? അതും ഈ ഉണ്ണി ചെയ്യുന്നുണ്ട്. ഇതിൽ സതീഷ് കൂടുതൽ സന്തോഷവാനാവുകയും അവിടെ കിരൺ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് വിശ്വസിച്ച് ചാറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ കിരൺ ഒരു വശത്ത് തന്റെ ഭർത്താവിനെ ഓർത്ത് റൂമിലിരിക്കുകയാണ്. മറുവശത്ത് സതീഷ് അവൻ തന്നെ ഒരു മോശം പ്ലേ ബോയ് ആണ്. എന്നാൽ അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ഒരു മുംബൈ പെൺകുട്ടിയുണ്ട്. അവൾ ഇപ്പോൾ മുംബൈയിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടിയാടാ ഞാൻ ഇവിടെ വരെ വന്നത് എന്ന് പറഞ്ഞ് സതീഷിനെ വിളിച്ചിട്ട് നമുക്ക് വേഗം കാണാം, നമ്മുടെ പ്രണയം വളർത്താം എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സതീഷിന് ആ പെൺകുട്ടിയോട് തീരെ താല്പര്യമില്ല. ഇത്രയും നാൾ അവൻ ബ്യൂട്ടി പാർലറിലെ സാവിത്രിയുടെ പിറകെ നടന്നു. ഇപ്പോൾ നായിക കിരണുമായി ചാറ്റ് ചെയ്തത് മുതൽ കിരണിനോട് അവന് പ്രണയം തോന്നുന്നു. ഇപ്പോൾ കിരൺ ഫ്രഷ് ഒക്കെ ആയി വന്ന് ഭർത്താവിനോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. തന്നെ വെച്ച് ഭർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പാവം അവൾക്കറിയില്ല. അതൊന്നും അറിയാതെ വളരെ സ്നേഹത്തോടെ സംസാരിച്ച് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ എപ്പോൾ തന്റെ ഭാര്യ കിരൺ അടുത്തേക്ക് വന്നാലും ഭർത്താവ് അവളെ വെറുത്തു മാറ്റും. കാരണം അവനുണ്ടായ ആക്സിഡന്റിൽ അവന്റെ പൗരുഷം നഷ്ടപ്പെട്ടിരുന്നു. അതാണ് അതിനുള്ള കാരണം. അങ്ങനെ ഭാര്യ അടുത്തേക്ക് വരുമ്പോൾ എന്നെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ചീ മാറിപ്പോയെന്ന് പറഞ്ഞ് അവൻ ഭാര്യയെ തള്ളി മാറ്റുന്നു. ഇതാണ് കിരണിന്റെ ഭർത്താവ് ഉണ്ണിയുടെ അനിയൻ. രാവിലെ തന്നെ തന്റെ ചേച്ചിയെ കാണാൻ അവൻ വീട്ടിലേക്ക് വരുന്നു. എന്താ ചേച്ചി നെറ്റിയിൽ മുറിവ് പറ്റിയിരിക്കുന്നത്, ചേട്ടൻ നിങ്ങളെ അടിച്ചോ എന്നവൻ ചോദിക്കുന്നു. അതൊന്നുമില്ല, എന്തിനാ വന്നത് എന്ന് അവളും ചോദിക്കുന്നു. നിങ്ങൾക്കായി ഞാനൊരു പെർഫ്യൂം വാങ്ങി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ പെർഫ്യൂം കൊടുക്കുന്നു. നായിക കിരണും ആ പെർഫ്യൂം വാങ്ങി വെച്ച് ചുമ്മാ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കരമായ സുഗന്ധം വരുന്നു. ഇപ്പോൾ അനിയനോടൊപ്പം റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലും ഉണ്ണി CCTV ക്യാമറയിലൂടെ നോക്കുന്നുണ്ട്. ഇപ്പോൾ അവന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് രണ്ടാമതായി മറ്റൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതാരാണെന്നറിയാമോ? അബ്ബാസ് ആണ്. ആഹാ, എക്സ് കാമുകൻ കൈയോടെ പിടിക്കപ്പെട്ടു. ഇനി ഇവനെ വെച്ച് കളിക്കാമെന്ന് കരുതി ഉണ്ണി റെഡിയാവുന്നുണ്ട്. ഇവിടെ നമ്മുടെ നായിക ആ മസാജ് പാർലറിലേക്ക് പോകുന്നു. മസാജ് ചെയ്യുന്ന സാവിത്രിയെ കാണുന്നു. സാവിത്രി നായികയോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. മസാജ് ചെയ്യുമ്പോൾ നായികയുടെ ശരീരത്തിലുള്ള മുറിവുകൾ സാവിത്രി ശ്രദ്ധിക്കുന്നു. ജീവിതത്തിൽ ഇവർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് സാവിത്രിക്ക് തോന്നുന്നു. മനസ്സ് തുറന്ന് സംസാരിച്ച് അവർ നല്ല സുഹൃത്തുക്കളായി മാറുന്നു. മറുവശത്ത് കിരണിന്റെ ഭർത്താവ് ഉണ്ണി അബ്ബാസുമായും ചാറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇന്നലെ നടന്ന കാര്യത്തിന് അബ്ബാസ് മാപ്പ് ചോദിക്കുന്നു. ഉണ്ണിക്ക് അതെന്താണെന്ന് അറിയില്ലല്ലോ. എന്ത് നടന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നു. ഓ, ഈ കാര്യം തന്റെ ഭാര്യ തന്നിൽ നിന്ന് മറച്ചു വെച്ച് ഫംഗ്ഷന് പോവാണെന്ന് പറഞ്ഞ് പറ്റിച്ചതാണല്ലേ എന്ന് ഉണ്ണി മനസ്സിലാക്കുന്നു. സാരില്ല, വാടാ, അതൊന്നും പ്രശ്നമില്ല എന്ന മട്ടിൽ ഭാര്യയെ പോലെ അവൻ ചാറ്റ് ചെയ്യുന്നു. അബ്ബാസിന് വലിയ സന്തോഷമാവുന്നുണ്ട്. കിരൺ എന്നോട് സംസാരിക്കുന്നുണ്ട്, അതും സ്ഥിരമായി ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. മറുവശത്ത് നമ്മുടെ ഹീറോ സതീഷ് ഉണ്ടല്ലോ, ഈ പ്ലേ ബോയ്, അവൻ പതിവ് പോലെ ഫേസ്ബുക്കിൽ നായിക കിരൺ ആണെന്ന് കരുതി ഭർത്താവ് ഉണ്ണിയുമായി ചാറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ബ്യൂട്ടി പാർലറിലുള്ള സാവിത്രിയെ കാണാൻ വരുന്നു. അപ്പോഴാണ് ബ്യൂട്ടി പാർലറിൽ സാവിത്രിയെ കൊണ്ട് മസാജ് ചെയ്യിച്ചിട്ട് പുറത്തു വരുന്ന നായിക കിരണിനെ അവൻ നേരിട്ട് കാണുന്നത്. ഹേയ്, എങ്ങനെയുണ്ട്? ഇന്നലെയൊക്കെ നല്ലപോലെ സംസാരിച്ചിട്ട് ഇപ്പോൾ കണ്ട ഭാവം പോലും ഇല്ലാതെ പോവുകയാണല്ലോ എന്നവൻ ചോദിക്കുന്നു. നീ ആരാടാ എന്ന് കിരൺ ചോദിക്കുന്നുണ്ട്. എന്താ, ഇന്നലെ അല്ലേ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് നമ്മൾ സംസാരിച്ചത്, ആരാണെന്നറിയില്ല, ഓടിപ്പോ എന്നവൾ പറയുന്നുണ്ട്. എന്താ ഈ പറയുന്നത്, നിന്റെ ഫോട്ടോ പോലും അയച്ചു തന്നില്ലേ? ഫോട്ടോ അയച്ചെന്നോ? എവിടെയാ ഫോട്ടോ കാണിക്ക് എന്നവൾ ചോദിക്കുമ്പോൾ അവൾ ബാത്റൂമിൽ നിൽക്കുന്ന തരത്തിലുള്ള ഫോട്ടോ അവൻ കാണിക്കുന്നു. അത് കാണുന്ന കിരണിന്റെ നെഞ്ചെടുപ്പ് കൂടുകയാണ്. അപ്പോൾ ഈ പണി എൻ്റെ ഭർത്താവ് തന്നെയാണ് ചെയ്തത്. വീട് മുഴുവൻ CCTV വെച്ചിട്ട് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് തുറന്ന് ഇതാണല്ലേ ചെയ്യുന്നത്,
എത്ര മോശപ്പെട്ട ആളായി മാറിയ അയാൾ എന്ന് ചിന്തിച്ച് കിരണിന്റെ മനസ്സ് തകർന്നു പോവാണ്. അവിടെ സതീഷിനോട് സോറി, ഇതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. ഇതുവരെ നമ്മുടെ നായിക കിരൺ തന്റെ ഭർത്താവ് ഉണ്ണിയോട് വളരെ വിശ്വസ്തയായിരുന്നു. ആദ്യം അവൻ എന്നെ സംശയിച്ച് ക്യാമറ വെച്ചു, രണ്ടാമത് സംശയിച്ച് വ്യാജ ഐഡി ഉണ്ടാക്കി നോക്കി. ഇപ്പോൾ മറ്റു പുരുഷന്മാരെ പറ്റിക്കാൻ എന്നെ തന്നെ ഉപയോഗിക്കുന്നു. ഇവനൊക്കെ എങ്ങനെ ഭർത്താവാകും? എന്താ ഈ ജീവിതത്തിൽ പെട്ടുപോയല്ലോ, ഇതൊന്നും അറിയാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അവൾ കണ്ണുനീർ വാർക്കുന്നു. ഇവനെ മാത്രമാണോ അതോ അബ്ബാസിനെയും അവൻ പറ്റിച്ചോ എന്നറിയാൻ ഇപ്പോൾ അബ്ബാസിനെയും വിളിച്ച് ചോദിക്കുകയാണ്. ഞാനും ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അബ്ബാസ് പറഞ്ഞ ഉടനെ അവൾ വീണ്ടും ഞെട്ടുന്നു. നിനക്ക് എൻ്റെ ഫോട്ടോസ് എന്തെങ്കിലും കിട്ടിയോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അബ്ബാസ് പറയുന്നു. ഇതിനുശേഷം ഞാൻ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ മാത്രം എടുക്കുക, മെസ്സഞ്ചറിൽ എനിക്ക് മെസ്സേജ് അയക്കരുത് എന്ന് പറഞ്ഞ് അവളും ഫോൺ കട്ട് ചെയ്യുന്നു. എന്ത് കാരണമാണെന്ന് അബ്ബാസിന് മനസ്സിലായില്ല. ഇവിടെ ഉണ്ണിയെയും അവൻ്റെ അനിയനെയും കാണിക്കുന്നു. അനിയൻ ഉണ്ണിയെ പാർക്കിലൂടെ കൊണ്ടു നടക്കുകയാണ്. അപ്പോഴാണ് ഉണ്ണി തൻ്റെ തനി നിറം പുറത്ത് കാണിക്കുന്നത്. ഈ ഉണ്ണി ശരിക്കും ഒരു ഭ്രാന്തനാണ്. തൻ്റെ ഭാര്യയെക്കുറിച്ച് അനിയനോട് അവൻ മോശമായി സംസാരിക്കുന്നു. എടാ, 2 വർഷമായി അവളെ നീ കാണുന്നതല്ലേ? ഭർത്താവ് ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ 2 വർഷമായി അതും ഇത്ര സുന്ദരിയായ ഒരു ഭാര്യ എങ്ങനെ വിശ്വസ്തയായിരിക്കും? അവൾ ശരിക്കും വഴി പഴിച്ചവളായിരിക്കും എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയെക്കുറിച്ച് അവൻ അനിയനോട് മോശമായി സംസാരിക്കുന്നു. എന്നാൽ അനിയന് ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇപ്പോൾ നേരെ വീട്ടിൽ വരികയാണ്. തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഫേസ്ബുക്ക് പാസ്വേഡ് എനിക്ക് തരണം എന്ന് കിരൺ ചോദിക്കുന്നു. എന്തിനു തരണം? എൻ്റെ അക്കൗണ്ട് ഇതിന് ശേഷം ഞാൻ തന്നെയാണ് ഉപയോഗിക്കുക. ഞാൻ എല്ലാം കണ്ടു കഴിഞ്ഞു, അനുഭവിച്ചു കഴിഞ്ഞു എന്നവൾ പറയുന്നു. ഞാനും എല്ലാം കണ്ടു. എന്നോട് ഫംഗ്ഷന് പോവാണെന്ന് കള്ളം പറഞ്ഞിട്ട് നീ നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാൻ പോയി. അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തു. ഇതൊന്നും നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ആ പാസ്വേഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടല്ലേ ഞാൻ തുറന്നു നോക്കി ഇതൊക്കെ അറിഞ്ഞത് എന്ന് ഉണ്ണി ചോദിക്കുന്നു. അതിന് നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ തന്നെയാണോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നത്? അതും ഞാൻ ബാത്റൂമിൽ നിൽക്കുന്ന ഫോട്ടോ. നിങ്ങൾക്ക് മറ്റുള്ളവരെ പറ്റിച്ച് കളിക്കാൻ എന്നെയാണോ കിട്ടിയത്? എന്തൊരു കളിയാണത് എന്ന് ചോദിച്ച് നായിക ദേഷ്യപ്പെടുന്നു. 2 വർഷമായി ഭർത്താവ് ഈ വീട്ടിൽ വീൽ ചെയറിലല്ലേ, അപ്പോൾ ഭാര്യയായി നീ എങ്ങനെ വിശ്വസ്തയായിരിക്കും? അതുകൊണ്ടാണ് നിന്നെ വെച്ച് ഞാൻ കളിച്ചത് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവൾ വിശ്വസ്തയല്ല എന്ന് തന്നെ അവൻ പറയുന്നു. എന്നെയാണോ വിശ്വസ്തയല്ല എന്ന് പറയുന്നത്? ഞാൻ വിശ്വസ്തയായതിന് ഇതാണോ എനിക്ക് പ്രതിഫലം തന്നത്? ശരിടാ, നീ എന്നോട് ഇങ്ങനെ പ്രതികാരം ചെയ്തു. നീ ചിന്തിക്കാൻ പോലും അല്ലാത്ത തരത്തിൽ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കിരണും അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നു. ഇവിടെ സതീഷും തന്റെ മുംബൈ കാമുകിയെ കാണുന്നു. എന്നാൽ ആ പെൺകുട്ടിയോട് അവൻ ഒരിറ്റു പോലും പ്രണയമില്ല. ആ പെൺകുട്ടി തന്നെയാണ് ലവ് യു എന്ന് പറഞ്ഞ് സതീഷിന്റെ പുറകെ നടക്കുന്നത്. അപ്പോൾ സതീഷിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. വേറെ ആരുമല്ല, നായിക കിരൺ തന്നെയാണ് മെസ്സേജ് ചെയ്യുന്നത്. കുറെ ഇമോജികൾ അയച്ചുകൊണ്ടിരിക്കുന്നു. സതീഷ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് യഥാർത്ഥത്തിൽ എന്നോട് എന്തെങ്കിലും ഇഷ്ടമോ സ്നേഹമോ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് കിരൺ തൻ്റെ ലൊക്കേഷൻ സതീഷിന് അയക്കുന്നു. സതീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ മുംബൈ കാമുകിയെ റോഡിൽ തനിച്ചാക്കിയിട്ട് നേരെ തൻ്റെ വണ്ടി എടുത്ത് കിരണിൻ്റെ അടുത്തേക്ക് വരുന്നു. അവിടെയാണ് ചിന്തിക്കാൻ പോലും ആവാത്ത തരത്തിലുള്ള ഒരു ഭയാനകമായ സംഭവം നടക്കുന്നത്. വന്ന ഉടനെ തന്നെ കിരൺ സതീഷിന്റെ അടുത്ത് വന്ന് ലവ് യു എന്ന് പറയുന്നു. ഇതെല്ലാം CCTV ക്യാമറയിലൂടെ കിരണിന്റെ ഭർത്താവ് ഉണ്ണി നോക്കി കാണുന്നു. ഉടനെ തന്നെ കിരൺ സതീഷിനെ കെട്ടിപ്പിടിക്കുന്നു. ഇതും ഭർത്താവ് കാണുന്നുണ്ട്. ഹേ കിരൺ, നീ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ വളരെ തെറ്റാണ്. എന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്യരുത് എന്ന് തൻ്റെ റൂമിലിരുന്ന് അവൻ കരയാണ്. എന്നാൽ അവർ ഫസ്റ്റ് ഫ്ലോറിലായതുകൊണ്ട് അവർ അവിടേക്ക് കയറി ചെല്ലാൻ കഴിയില്ലല്ലോ. അവൻ CCTV ക്യാമറ നോക്കി നിലവിളിക്കുന്നു. കിരൺ അതേ ക്യാമറ നോക്കി നിനക്കിതാണ് എൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞ് ക്യാമറ നോക്കി ചിരിച്ചിട്ട് അവിടെ വന്ന സതീഷുമായി അവൾ കിടപ്പറ പങ്കിടുകയും ചെയ്യുന്നു. ഇതെല്ലാം ക്യാമറയിലൂടെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കിരണിന്റെ ഭർത്താവ് വേദനിച്ച് പെടയുന്നു. ഇങ്ങനെ തൻ്റെ ഭർത്താവിനോട് കിരൺ പ്രതികാരം ചെയ്യുന്നു. പ്രധാനമായും ഭർത്താവിൻ്റെ അനിയൻ കൊണ്ടുവന്ന് കൊടുത്ത ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നില്ലേ, ആ പെർഫ്യൂമിന്റെ സുഗന്ധം സതീഷിനെ വല്ലാതെ ആകർഷിക്കുന്നുണ്ടായിരുന്നു. ആ സുഗന്ധം കാരണം സതീഷിന് കിരണിനോട് പ്രണയം തോന്നുന്നു. ഇപ്പോൾ രാത്രി ഒരു 2 മണിയായി. തൻ്റെ ഭർത്താവ് തന്നെ വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതാണെങ്കിലും താൻ പ്രതികാരം ചെയ്യാൻ എത്ര മോശമായ കാര്യമാണ് ചെയ്തു പോയത് എന്ന് കരുതി കിരൺ മാനസികമായി തകർന്നു പോകുന്നു. സതീഷ് അവിടെയുണ്ട്. അവൻ്റെ വസ്ത്രങ്ങൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഇവിടുന്ന് പുറത്തു പോടാ എന്നവൾ അലറുന്നു. എന്താ നീ ചെയ്യുന്നത്? നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾക്കിടയിൽ ഇങ്ങനെ സംഭവിച്ചത്? പിന്നെ പുറത്തു പോടാ എന്ന് പറയുന്നത് എന്തിനാണ് എന്നവൻ ചോദിക്കുന്നു. എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല സതീഷ്. ഞാൻ പ്രതികാരത്തിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്തത്. ഇപ്പോൾ തന്നെ പുറത്തു പോ എന്ന് പറഞ്ഞ് അവൾ സതീഷിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. എന്നിട്ട് കിരൺ പൊട്ടിക്കരയാണ്. ഇപ്പോൾ നേരെ വന്ന് തൻ്റെ ഭർത്താവ് ഉണ്ണിയെ അവൾ കാണുന്നു. ജീവിതം തന്നെ വെറുത്തുപോയ ഉണ്ണി ഭയങ്കരമായി പ്രതികാരം ചെയ്തു അല്ലേ? അതിലും ഭേദം എന്നെ കൊല്ലാമായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ടൊരു തോക്കെടുത്ത് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിൽ വെടിയുണ്ട ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ നിന്നെ എപ്പോഴേ കൊല്ലാമായിരുന്നു. പാവം തോന്നിയിട്ടാണ് വെറുതെ വിട്ടത്. ഞാൻ ഇപ്പോൾ ചെയ്തത് നിനക്ക് എത്ര വേദന ഉണ്ടാക്കുന്നുവോ അതിലും 10 മടങ്ങാണ് എൻ്റെ ഉള്ളിലെ വേദന. അത് നീ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയോ എന്ന് പറഞ്ഞ കിരൺ അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് ആ മസാജ് പാർലറിൽ ജോലി ചെയ്യുന്ന സാവിത്രിയെ കാണിക്കുന്നു. സാവിത്രിക്ക് ചെറിയൊരു മകളുണ്ട്. അവൾ വീട്ടിലിരിക്കുമ്പോൾ ഹീറോ സതീഷ് വിളിച്ച് പൊട്ടിക്കരയുകയും നിന്നെ കാണണമെന്ന് പറയുകയും ചെയ്യുന്നു.
അങ്ങനെ സതീഷിന്റെ അടുത്ത് വന്ന് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, കിരൺ എന്നൊരു പെൺകുട്ടിയെ നിങ്ങളുടെ പാർലറിൽ വെച്ച് ഞാൻ കണ്ടു. ഞാനൊരു പ്ലേ ബോയ് ആണ്. നിന്നോടും മുംബൈയിലുള്ള പെൺകുട്ടിയോടൊക്കെ ഞാൻ പ്രേമം നടിച്ച് നടന്നതാണെങ്കിലും എപ്പോഴാണോ ഞാൻ കിരണിനെ കണ്ടത് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സ് പൂർണ്ണമായും അവൾക്ക് കൊടുത്തുപോയി എന്ന് സതീഷ് പറയുന്നു. അതിനുശേഷം ഞങ്ങൾ പലതും പ്ലാൻ ചെയ്തു. ഒരു ഘട്ടത്തിൽ അവൾ വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ സ്നേഹത്തോടെ ഒന്നിച്ചു കഴിഞ്ഞതാണ്. പെട്ടെന്ന് ഇതെല്ലാം അഭിനയമായിരുന്നു, പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് കിരൺ എന്നെ ഇറക്കി വിട്ടു. ഇതിനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് കിരണില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ആ പെർഫ്യൂമിന്റെ സുഗന്ധം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് അവളെ വേണം. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പ്രണയം ഒന്നിപ്പിച്ച് തരണമെന്ന് പറഞ്ഞ് അവൻ സാവിത്രിയോട് പൊട്ടിക്കരയുന്നു. മറുവശത്ത് സതീഷിന്റെ അച്ഛനെയും അമ്മയും കാണിക്കുന്നു. അമ്മ ശരീരം തളർന്ന് സംസാരിക്കാൻ പോലും ആവാതെ രോഗശയ്യയിലാണ്. അച്ഛനാണ് അമ്മയെ നോക്കുന്നത്. സതീഷിന് അമ്മയോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും ഒട്ടും സ്നേഹമില്ല. പേരിന് മാത്രം ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് പൈസ വാങ്ങിയിട്ട് അവൻ പോവും. അങ്ങനെ ഇരിക്കെ സതീഷിന് കിരണിനെ മറക്കാൻ കഴിയുന്നില്ല. അവൻ വീണ്ടും കിരണിന്റെ വീട് തേടി പോകുന്നു. നീ എന്തിനാണ് എൻ്റെ പ്രണയം വേണ്ടെന്ന് വെച്ചത്? പിന്നെ എന്തിനാണ് നമ്മൾ ഒന്നായത്? എന്നെ ഉപയോഗിക്കുകയായിരുന്നോ എന്ന് അവൻ ചോദിക്കുന്നു. കിരൺ അതെ എന്ന് മറുപടി പറയുന്നു. അന്ന് അറിയാതെയാണ് അങ്ങനെ സംഭവിച്ചത്. സത്യത്തിൽ എൻ്റെ ഭർത്താവ് എന്നെ വെച്ചൊരു കളി കളിച്ചു. അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. വാസ്തവത്തിൽ അന്ന് നീ വീട്ടിൽ വന്നതും നമ്മൾ ഒന്നായതുമായ കാര്യങ്ങളെല്ലാം ദാ ഈ CCTVയിലൂടെ എൻ്റെ ഭർത്താവ് നോക്കി കാണുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവൾ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അന്ന് ഈ മുറിയിൽ നടന്നതെല്ലാം അദ്ദേഹം കണ്ടിരുന്നു എന്നവൾ പറയുന്നു. സതീഷിന് ഇതൊന്നും ഉൾക്കൊള്ളാനാകാതെ തലയ്ക്ക് കൈ കൊടുത്തുപോയി. ഇങ്ങനെ അന്യായമായി നീ എന്നെ ചതിച്ചല്ലോ. നിന്റെ ഭർത്താവിനോട് പ്രതികാരം ചെയ്യാൻ എന്നെയാണോ കിട്ടിയതെന്ന് പറഞ്ഞ് ഹൃദയം തകർന്ന് അവൻ അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് കിരണിനെ പറ്റി ഉണ്ണി തന്റെ അനിയനോട് മോശമായി പറഞ്ഞിരുന്നില്ലേ? അതുകൊണ്ട് ഉണ്ണിയുടെ അനിയൻ ദേഷ്യപ്പെട്ട് തന്റെ ചേച്ചിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ പറയുന്നതെല്ലാം സത്യമാണോ? നിങ്ങൾ എന്തിനാണ് ചേട്ടനെ പറ്റിക്കാൻ നോക്കുന്നത്? എന്നാൽ കിരൺ പൊന്നിയിൻ സെൽവനിലെ നന്ദിനിയെ പോലെ പറയുന്നു, ഞാൻ അദ്ദേഹത്തെ പറ്റിക്കാൻ നോക്കിയതല്ല, അദ്ദേഹമാണ് എന്നെ പറ്റിച്ചത്. ചില സത്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ ഈ ലോകം താങ്ങില്ല എന്നവൾ പറയുന്നു. ഇവിടെ സതീഷ് ഈ പ്രണയ നൈരാശ്യത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പതിയെ പതിയെ മസാജ് പാർലറിലുള്ള സാവിത്രിയുമായി വീണ്ടും അടുക്കാൻ തുടങ്ങുന്നു. ഇവിടെ അബ്ബാസ് വളരെ പാവമാണ്. അവന്റെ ഭാര്യ അതിലും പാവമാണ്. രാവിലെ കാപ്പി കൊടുക്കാൻ അബ്ബാസിന്റെ അടുത്ത് വരുമ്പോൾ കിരൺ നീ വന്നോ എന്ന് ചോദിച്ച് കിരൺ ആണെന്ന് കരുതിയിട്ടാണ് അവൻ കാപ്പി വാങ്ങുന്നത്. ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് അബ്ബാസിന്റെ ഭാര്യ അവിടെ ജീവിക്കുന്നത്. ഒരു ദിവസം ഉണ്ണി തന്റെ അനിയനോടൊപ്പം പാർക്കിലൂടെ പോകുമ്പോൾ, ചേട്ടാ നിങ്ങൾ ചേച്ചിയെക്കുറിച്ച് പറയുന്നത് പ്രധാനമായും മോശമായി പറയുന്നത് നിർത്തണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചേച്ചി ചീത്തയല്ല, വളരെ നല്ലവളാണെന്ന് പറഞ്ഞ് അവൻ ചേച്ചിയെ ന്യായീകരിക്കുന്നു. എടാ അവളെപ്പറ്റി നിനക്കറിയില്ല. നീ അവളോട് കുറച്ചൊന്ന് ഇടപഴകിയാൽ മതി, അവൾ നിന്നെയും സ്നേഹിക്കാൻ തുടങ്ങും എന്ന് ഉണ്ണി മോശമായി പറയുന്നു. ഇത് കേട്ട് അനിയന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നിർത്തു ചേട്ടാ, ചേച്ചിയെ പറ്റി എന്തൊക്കെ വാക്കാണ് പറയുന്നത്? നിങ്ങളെപ്പോലൊരു മനുഷ്യന്റെ കൂടെ അവരെങ്ങനെ ജീവിക്കുന്നുവോ ആവോ? ഛേ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ദേഷ്യപ്പെട്ടു പോകുന്നു. തൻ്റെ ചേട്ടൻ ഉണ്ണിയോട് അവൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിലും അവനും കുറച്ചൊരു ക്രിമിനൽ ബുദ്ധിയുള്ളവനാണ്. അവന് തൻ്റെ ചേച്ചിയോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. ചേട്ടൻ ചേച്ചിയെ ശരിക്കും നോക്കുന്നില്ലല്ലോ. ഞാൻ ചേച്ചിയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഞാൻ പൊന്നുപോലെ നോക്കുമായിരുന്നല്ലോ എന്നൊക്കെയുള്ള ഒരു പ്രണയം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പോൾ സതീഷിനെ സ്നേഹിച്ചിരുന്ന ആ മുംബൈ കാമുകിയുണ്ടല്ലോ, അവൾ ഒരു ഘട്ടത്തിൽ സതീഷുമായി ബന്ധം വേർപെടുത്തിയിട്ട് സതീഷിനെ വെറുപ്പിക്കാൻ വേണ്ടി മാത്രം മറ്റൊരു പയ്യനുമായി അടുക്കുന്നു. മറുവശത്ത് അബ്ബാസ് നായികയെ കണ്ടിട്ട് കുറെ നാളായല്ലോ എന്ന് കരുതി കിരണിന്റെ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ ആ സമയത്ത് കിരൺ എങ്ങോട്ടോ പുറത്തു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അബ്ബാസ് ഉണ്ണിയുമായി സംസാരിക്കുന്നു. ഹോ, നിങ്ങൾ അബ്ബാസ് ആണല്ലേ? കിരൺ നിങ്ങളെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കൂ എന്ന് പറഞ്ഞ് അവനെ ഇരുത്തിയിട്ട്, നിങ്ങളിപ്പോഴും എൻ്റെ ഭാര്യ കിരണിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എൻ്റെ ഭാര്യ എന്നോട് വിശ്വസ്തയല്ല, അറിയാമോ എന്ന് പറഞ്ഞ് ഉണ്ണി ചില കാര്യങ്ങൾ അവിടെ വന്ന അബ്ബാസിനെ കാണിക്കുന്നു. ഇത് കണ്ട് അബ്ബാസ് ഹൃദയം തകർന്നു പോവാണ്. അവൻ കിരണിനെ ഇപ്പോഴും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കാരണം തൻ്റെ പഴയ കാമുകിയാണെങ്കിലും ഇപ്പോൾ അവൾ ഭർത്താവിനോട് വിശ്വസ്തയാണ്. ഭർത്താവ് കാരണം അവളുടെ ജീവിതത്തിൽ സന്തോഷമില്ല. അതുകൊണ്ട് അവൾക്കൊരു ജീവിതം കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് അവൻ സ്നേഹിച്ചത്. എന്നാൽ ആ വീട്ടിൽ പോയപ്പോൾ കിരൺ സതീഷുമായി ഒന്നിച്ച് ആ വീഡിയോ ഉണ്ണി റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് കാണിച്ചു കൊടുത്ത ഉടനെ അബ്ബാസിന് നായിക കിരണിനോട് അതിയായ ദേഷ്യം വരുന്നു. ഉടനെ കിരണിനെ വിളിച്ചിട്ട്, നിന്നെ പോലൊരു മോശം പെൺകുട്ടിയെ സ്നേഹിച്ചത് എൻ്റെ തെറ്റാണ്. ഇപ്പോഴാണ് നിന്റെ തനി നിറം നിന്റെ വീട്ടിൽ വെച്ച് നിന്റെ ഭർത്താവിലൂടെ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞ് അവൻ വളരെ മോശമായി സംസാരിക്കുന്നു. ഇത് കേട്ട് കിരണിന് സങ്കടമാവുന്നുണ്ട്. തൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നും അന്ന് സതീഷുമായി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നും അബ്ബാസിനോട് വിശദീകരിക്കാൻ കിരൺ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അബ്ബാസ് അവിടെ ഉണ്ടായിരുന്നില്ല. കിരൺ അബ്ബാസിന്റെ ഭാര്യയെ കാണുന്നുണ്ട്. അപ്പോഴാണ് അബ്ബാസിന്റെ ഭാര്യ കിരണിനോട് അവർ രഹസ്യമായി കല്യാണം കഴിച്ച കാര്യവും കല്യാണം കഴിഞ്ഞിട്ടും ഓരോ ദിവസവും നിന്നെ ഓർത്തുകൊണ്ടാണ് അവൻ എൻ്റെ കൂടെ കിടക്കുന്നതെന്നും രാവിലെ കാപ്പി കൊടുക്കുമ്പോൾ പോലും കിരൺ എന്ന് നിന്റെ പേര് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നതെന്നും പറഞ്ഞ് പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും അവർ പറയുന്നു. ദയവായി നിങ്ങളുടെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് എൻ്റെ ഭർത്താവിനെ കല്യാണം കഴിക്കുക. കാരണം ഞാനിപ്പോൾ രോഗിയാണ്, എനിക്ക് ക്യാൻസറാണ്, എനിക്ക് അധികം നാൾ ജീവിക്കാൻ കഴിയില്ല. നിന്റെ കൂടെ നിന്നാലേ എൻ്റെ ഭർത്താവ് സന്തോഷവാനായിരിക്കും, അബ്ബാസിനൊരു ജീവിതം കിട്ടൂ എന്നവർ പറയുന്നു. ഇത് കേട്ട് കിരണിനും ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എത്ര പേരാണ് സ്നേഹിക്കുന്നത്, ഇതിൽ നമ്മൾ ആരെ തിരഞ്ഞെടുക്കും എന്നോർത്ത് അവൾ വല്ലാതെ ആശയക്കുഴപ്പത്തിലാവുന്നു.
ഇപ്പോൾ നമ്മുടെ ഹീറോ സതീഷ് നായിക കിരണിനോടുള്ള പ്രണയത്തിൽ നിന്ന് പതിയെ പുറത്തു വന്ന് ഈ സാവിത്രിയെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങുന്നു. മസാജ് പാർലറിലുള്ള ആ സാവിത്രി ഉണ്ടല്ലോ, അവൾക്ക് ഈ പ്രേമമൊന്നും ശരിയാവില്ല. ഇവൻ പ്രേമമാണെന്നും പറഞ്ഞ് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഇവന്റെ മുന്നിൽ തന്നെ ഒരു മോശം പെൺകുട്ടിയായി കാണിക്കണം എന്ന് സാവിത്രി തീരുമാനിക്കുന്നു. അങ്ങനെ സാവിത്രിയെ കാണാൻ സതീഷ് പാർലറിൽ വരുമ്പോൾ ഒരു പ്രായമായ ആളെ അവിടെ ഇരുത്തി അദ്ദേഹത്തോട് മോശമായി ഇടപഴകുന്ന പോലെ സാവിത്രി അഭിനയിക്കുന്നു. അത് കണ്ട് സതീഷിന് വലിയ ഞെട്ടലുണ്ടാവുന്നു. കാരണം സാവിത്രി അഭിനയിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്ന ആ പ്രായമായ ആൾ ആരാണെന്നറിയാമോ? സതീഷിന്റെ സ്വന്തം അച്ഛനായിരുന്നു. ഇത് കണ്ട് സതീഷ് താൻ രണ്ടാമത് സ്നേഹിച്ച മസാജ് പാർലറിലെ സാവിത്രിയെ തന്റെ അച്ഛൻ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും അവരൊരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇങ്ങനെ എല്ലാവരും തന്നെ പറ്റിക്കുകയാണെന്നും തന്റെ സ്വന്തം അച്ഛൻ പോലും തന്നെ പറ്റിച്ചെന്നും കരുതി തകർന്നു പോയി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണ് ആ പ്രായമായ ആളുടെ മകനാണ് സതീഷ് എന്ന് സാവിത്രിയും മനസ്സിലാക്കുന്നത്. അഭിനയിക്കാൻ തെറ്റായ ആളെയാണോ കൊണ്ടുവന്നത് എന്ന് കരുതി സാവിത്രിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ നായിക കിരണിനെ കാണിക്കുകയാണ്. അവളുടെ വീട്ടിലേക്ക് അബ്ബാസ് വന്നിട്ടുണ്ട്. നീ എന്നെ പറ്റിക്കാൻ നോക്കിയോ? എന്നോട് വിശ്വസ്തയായിരുന്നില്ല. നിന്റെ ഭർത്താവിനോട് പോലും നീ വിശ്വസ്തത കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോഴാണ് അബ്ബാസിനെ അവിടെ ഇരുത്തി തനിക്ക് സംഭവിച്ച ക്രൂരതകളെല്ലാം കിരൺ അവനോട് പറയുന്നത്. മറുവശത്ത് പതിവ് പോലെ പാർക്കിലേക്ക് ഉണ്ണിയെ കൊണ്ടുപോയ അവന്റെ അനിയൻ ഉണ്ണി വീണ്ടും ഭാര്യയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് കണ്ട് ദേഷ്യപ്പെടുന്നു. ചുമ്മാ തെളിവില്ലാതെ ചേച്ചിയെ പറ്റി മോശമായി സംസാരിക്കരുത് എന്നവൻ പറയുന്നു. നിനക്ക് തെളിവ് വേണമെങ്കിൽ വീട്ടിലിരിക്കുന്ന എന്റെ കമ്പ്യൂട്ടറിൽ പോയി നോക്ക്. നിന്റെ ചേച്ചി ആരാണെന്ന് നിനക്കറിയാം എന്ന് ഉണ്ണി പറയുന്നു. ആ ദൃശ്യങ്ങൾ കാണാൻ അനിയൻ വീട്ടിലേക്ക് ഓടുകയാണ്. അപ്പോഴാണ് നായിക കിരൺ അബ്ബാസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ണിയുടെ അനിയൻ കാണുന്നത്. അവിടെ വന്ന അബ്ബാസിനോട് കിരൺ പറയുന്നുണ്ട്, എന്റെ ഭർത്താവിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതുകൊണ്ടാണ് സതീഷിന്റെ കൂടെ ഞാൻ അങ്ങനെ പെരുമാറിയത്. ഇപ്പോഴും അത് ഓർത്ത് ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് ഉണ്ണിയാണ് ഞാൻ ഇപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് മാത്രമുള്ളതാണ് ഈ കിരൺ. ഇതിനു മുകളിൽ നിന്റെ പ്രണയം എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ആ സതീഷിനെയും എനിക്ക് ഉൾക്കൊള്ളാനാവില്ല. ആ ഒരു രാത്രി ആ ദേഷ്യത്തിൽ സംഭവിച്ചു പോയതാണ്. എന്നോട് ക്ഷമിക്കണം. നീ ഇത് മനസ്സിലാക്കണം. പ്രധാനമായും നിന്റെ ഭാര്യ രോഗിയാണെന്ന് നിനക്കറിയാമോ? നിന്നെ തന്നെ ഓർത്ത് അവൾ വിഷമിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാമോ? എൻ്റെ ജീവിതം നശിച്ചു പോയതുപോലെ നീ നിന്റെ ഭാര്യയുടെ ജീവിതം നശിപ്പിക്കരുത്. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്ക്. അവളെ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിച്ചെങ്കിലും അവളുടെ അസുഖം ഭേദമാക്ക്. ഇനി മരിച്ചാലും എൻ്റെ ഭർത്താവ് ഉണ്ണിയോട് മാത്രമേ ഞാൻ വിശ്വസ്തത കാണിക്കൂ എന്ന് കിരൺ പറയുന്നു. ഇതെല്ലാം ഉണ്ണിയുടെ അനിയനും കേൾക്കുന്നുണ്ട്. ചേച്ചിയുടെ സത്യസന്ധത മനസ്സിലാക്കി അവൻ അവിടെ നിന്നും ഓടുന്നു. അബ്ബാസും തന്റെ തെറ്റ് മനസ്സിലാക്കി അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ വീട്ടിൽ വന്ന് തന്റെ ഭർത്താവ് ഉണ്ണിയോട് ക്ഷമ ചോദിച്ച് ഒന്നിച്ച് ജീവിക്കാമെന്ന് നായിക കിരൺ വിചാരിക്കുന്നു. എന്നാൽ ഉണ്ണിയെ വീട്ടിൽ കാണാനില്ല. വാക്കിങ്ങിന് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഉണ്ണിയെ കൊണ്ടുപോയ അനിയൻ, ചേച്ചി വളരെ നല്ലവളാണ്, എന്നാൽ നിനക്ക് ചേരില്ല. ചേച്ചിയാണ് നിന്നെ നോക്കുന്നത്. ചേച്ചിയെ നോക്കുന്ന തരത്തിലുള്ള ഒരു ഭർത്താവിനെ അവർക്ക് വേണമെന്ന് പറഞ്ഞ് ഉണ്ണിയെ പാർക്കിൽ തള്ളിയിട്ടിട്ടാണ് അനിയൻ വന്നത്. അതുകൊണ്ട് പാർക്കിൽ എഴുന്നേൽക്കാനാകാതെ ഉണ്ണി അവിടെ തന്നെ കിടക്കുകയാണ്. ഇവിടെ അബ്ബാസ് തന്റെ ഭാര്യയുടെ അടുത്ത് വന്ന് കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നു. നിനക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. നീ എനിക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പ്രണയം എവിടേക്കോ തിരഞ്ഞു നടക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടില്ല. ഞാനില്ലേ കൂടെ എന്നവൻ പറയുന്നുണ്ട്. ഇവിടെ കിരൺ തന്റെ ഭർത്താവ് എവിടെ പോയി എന്നറിയാതെ എല്ലായിടത്തും അന്വേഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കെ അവൻ പാർക്കിൽ വീണ് കിടക്കുന്നത് അവൾ കാണുന്നു. അവനെ കണ്ട ഉടനെ വേദനയോടെ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച്, നിങ്ങൾ എവിടെ പോയി? നിങ്ങളില്ലാതെ ഞാൻ പേടിച്ചു പോയി എന്നവൾ പറയുന്നു. നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു, അതും എന്നെ വെച്ച് ചെയ്തു. അതിന് പ്രതികാരം ചെയ്യാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നാൽ ഇതിനു ശേഷം നിങ്ങൾ എനിക്ക് മാത്രമാണ്. എല്ലാം നമുക്ക് മറക്കാം, പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്ന് പൊട്ടിക്കരയാണ്. ഭർത്താവും ഭാര്യയുടെ ഭാഗത്തുള്ള ന്യായം മനസ്സിലാക്കി താൻ ചെയ്ത തെറ്റുകൊണ്ടാണ് നിന്റെ ജീവിതവും എൻ്റെ ജീവിതവും മാറി മറിഞ്ഞത്. സംശയം എന്നത് ഒരു പുരുഷന്റെ ജീവിതത്തിൽ വരാനേ പാടില്ല. അതിപ്പോ ഈ അവസ്ഥയിൽ എത്തിച്ചു. എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവനും കരയുന്നു. ഇപ്പോൾ ഇവർ രണ്ടുപേരും തങ്ങളുടെ തെറ്റുകൾ തിരുത്തുന്നു. ഒടുവിൽ സതീഷിനെ കാണിക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടായി. സാവിത്രിയെ ഉപേക്ഷിച്ചു പോയതിനു ശേഷം മുംബൈയിലുള്ള ആ പഴയ കാമുകിയുണ്ടല്ലോ, അവൾ സതീഷിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ സതീഷിനെ കാണാൻ സാവിത്രി അവിടെ വരുന്നു. മുംബൈ കാമുകി സാവിത്രിയോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. സത്യത്തിൽ ബ്യൂട്ടി പാർലറിൽ വരുമ്പോൾ ഞാനൊരു പ്രായമായ ആൾക്കൊപ്പം ഇരിക്കുന്നത് സതീഷ് കണ്ടിരുന്നു. അത് സത്യമായിരുന്നില്ല. അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നത് എന്ന് സാവിത്രി പറയുന്നു. ആ പ്രായമുള്ള ആൾ സതീഷിന്റെ അച്ഛനാണെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് അവന് കുറ്റബോധം തോന്നരുത് എന്ന് പറയാനാണ് ഞാൻ വന്നത് എന്ന് സാവിത്രി പറയുന്നു. കുഴപ്പമില്ല, ഞാനത് സതീഷിനെ അറിയിച്ചോളാം. ഇനി അവന്റെ കൂടെ ഞാൻ മാത്രമാണ് ഉണ്ടാവുക എന്ന് ആ മുംബൈ പെൺകുട്ടി പറയുന്നു. എന്നിട്ട് സാവിത്രിയോട് നിങ്ങൾക്കൊരു മകളുണ്ടെന്ന് കേട്ടല്ലോ, അവളുടെ അച്ഛൻ ആരാണ് എന്ന് മുംബൈ കാമുകി ചോദിക്കുന്നു. അപ്പോഴാണ് സാവിത്രി ഒരു ഞെട്ടിക്കുന്ന സത്യം പറയുന്നത്. പ്രായമായ ഒരാളുണ്ട്, അദ്ദേഹം ഇടയ്ക്കിടെ മസാജ് പാർലറിൽ വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം എന്നെ സ്നേഹിച്ചു. അതിലൂടെ ഞാൻ ഗർഭിണിയായി. ഞാൻ ഗർഭിണിയായതും അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചു പോയി. എങ്കിലും ഇടയ്ക്കിടെ വന്ന് പണം തരും. അദ്ദേഹം ആരാണെന്ന് എനിക്ക് പുറത്തു പറയാൻ കഴിയില്ല. അദ്ദേഹമാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് സാവിത്രി അവിടെ നിന്ന് പോകുന്നു.
പോകുമ്പോൾ സാവിത്രി അറിയാതെ തന്റെ പേഴ്സ് അവിടെ മറന്നു വയ്ക്കുന്നു. മുംബൈ കാമുകി ആ പേഴ്സ് തുറന്നു നോക്കുമ്പോൾ ആ മസാജ് പാർലറിലെ സാവിത്രിയുടെ യഥാർത്ഥ ഭർത്താവ് ആരാണെന്ന് അറിയാമോ? അത് ശരിക്കും നമ്മുടെ ഹീറോ സതീഷിന്റെ അച്ഛൻ തന്നെയായിരുന്നു. എന്താ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം എന്ന് ചിന്തിക്കരുത്. അഭിനയിക്കാൻ ആളെ കിട്ടാത്തത് കൊണ്ട് സാവിത്രി സ്വന്തം ഭർത്താവിനെ തന്നെയാണ് അവിടെ അഭിനയിക്കാൻ കൊണ്ടുവന്നത്. അങ്ങനെ അഭിനയിപ്പിച്ചപ്പോഴാണ് തന്നെ സ്നേഹിക്കുന്ന സതീഷിന്റെ അച്ഛനാണിതെന്ന് സാവിത്രിക്ക് മനസ്സിലായത്. സതീഷിന് കുറ്റബോധം തോന്നരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ വെറുതെ ഒരു പ്രായമായ ആളെ അഭിനയിക്കാൻ കൊണ്ടുവന്നതാണ് എന്ന കള്ളം പറയാൻ സാവിത്രി വന്നത്. എന്നാൽ ഇപ്പോൾ സതീഷിന്റെ മുംബൈ കാമുകിക്ക് സതീഷിന്റെ അച്ഛൻ തന്നെയാണ് സാവിത്രിയുടെ ഭർത്താവ് എന്ന് മനസ്സിലായി. അവൾ സതീഷിനോട് ആ വിവരങ്ങളെല്ലാം മറച്ചുവെച്ച്, നിനക്കൊരു അമ്മയുണ്ടല്ലോ, നിന്റെ അമ്മയ്ക്ക് സുഖമില്ലല്ലോ, നീ അവരെ നോക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒരു പ്ലേ ബോയ് ആയി നടന്ന് ഈ പെൺകുട്ടി വേണം ആ പെൺകുട്ടി വേണം എന്ന് പറഞ്ഞ് എത്രയോ പെൺകുട്ടികളുടെ പുറകെ നീ പോയി. എന്നാൽ അമ്മയെ വേണമെന്ന് കരുതി നീ അമ്മയോട് സ്നേഹം കാണിച്ചിട്ടുണ്ടോ? പോടാ, അമ്മ ഇനി എത്ര നാളെ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് അറിയില്ല, അവരോട് നീ സ്നേഹം പോയി കാണിക്കണം എന്നവൾ പറയുന്നു. ഇപ്പോൾ സതീഷിന് അമ്മയില്ലാതെ ഞാനില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാവുന്നു. നേരെ അമ്മയുടെ കാലിൽ വീണ് അവൻ തന്റെ അമ്മയെ നോക്കാൻ തുടങ്ങുന്നു. ഇവിടെ നായികയുടെ വീട്ടിൽ ഉണ്ണി താൻ ഉപയോഗിച്ചിരുന്ന ആ വിഗ് കൊണ്ടുവന്ന് കത്തിച്ചു കളയുന്നു. ഞാൻ ചെയ്ത തെറ്റും കാറ്റിൽ പറക്കട്ടെ, നീ ചെയ്ത തെറ്റും കാറ്റിൽ പറക്കട്ടെ, നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോകുന്നു. ആ സമയത്താണ് ഉണ്ണിയുടെ അനിയൻ അവിടേക്ക് വരുന്നത്. ഇപ്പോൾ ഈ ഭർത്താവും ഭാര്യയും, അതായത് ചേട്ടനും ചേച്ചിയും, തങ്ങളുടെ തെറ്റുകളെല്ലാം മറച്ച് ക്ഷമിച്ച് പുതിയൊരു ജീവിതം തുടങ്ങുകയാണെന്ന് അറിയാതെ ഇപ്പോഴും തന്റെ ചേച്ചിയെ ചേട്ടൻ മോശമായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ പോലും തന്റെ ആവശ്യത്തിന് വേണ്ടി ചേച്ചിയെ പറ്റുകയാണെന്ന് തെറ്റിദ്ധരിച്ച് നേരെ ഒരു തോക്കെടുത്ത് വന്ന് അവിടെ നിന്ന് ഉണ്ണിയെ അവൻ വെടിവെക്കുന്നു. ചേട്ടാ, നിന്നെ കൊണ്ട് ചേച്ചിയെ ശരിക്കും നോക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം, ഇനി മുതൽ ചേച്ചി എനിക്കുള്ളതാണ് എന്നവൻ പറയുന്നു. എടാ, നീ ധൃതി പിടിച്ച് വെടിവെച്ചല്ലോ, ഞങ്ങൾ രണ്ടുപേരും എല്ലാം മറന്ന് ഒന്നിച്ചതായിരുന്നടാ എന്ന് ഉണ്ണി പറയുന്നു. വെടിയേറ്റതിന് ശേഷം ഉണ്ണി പെട്ടെന്ന് എഴുന്നേൽക്കുന്നു. അവന് നടക്കാൻ കഴിയില്ലായിരുന്നല്ലോ, എന്നാൽ അവൻ പെട്ടെന്ന് നടക്കുന്നു. പക്ഷേ എന്തു പ്രയോജനം? വെടിയേറ്റത് കൊണ്ട് അവിടെ തന്നെ അവൻ വീഴാണ്. അവന്റെ ജീവൻ പോവുകയും ചെയ്യുന്നു. അതായത് അവന്റെ കഥ അവിടെ തീരുന്നു. ഇത് കണ്ട് നായികയ്ക്ക് വലിയ ഞെട്ടലുണ്ടാവുന്നു. എടാ പാപി, എല്ലാം ശരിയായി വന്ന സമയത്ത് നീ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അവൾ ഉണ്ണിയുടെ അനിയനെ ദേഷ്യത്തോടെ നോക്കുന്നു. ഈ ശരീരം കാരണമല്ലേടാ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് അവളും പറഞ്ഞ് പൊട്ടിക്കരയുകയും ഭയങ്കരമായി ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോഴാണ് ആ ഓപ്പണിംഗ് സീൻ വരുന്നത്. പട്ടാപകൽ ഒരു വലിയ വീട്ടിൽ ഭർത്താവ് കൊല്ലപ്പെട്ട രീതിയിൽ കാണപ്പെട്ടു എന്ന വാർത്ത വന്നില്ലേ? മാധ്യമങ്ങളും ആളുകളും തടിച്ചു കൂടിയിരുന്നില്ലേ? അത് നമ്മുടെ നായികയുടെ വീട്ടിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ആ വീട്ടിലാണ് നായികയുള്ളത്. ഭർത്താവിനെ വെടിവെച്ചു വന്ന അവന്റെ അനിയൻ ഒളിച്ചോടിപ്പോയി. ഇപ്പോൾ അവിടെയുള്ള നായികയ്ക്ക് എന്ത് സംഭവിക്കും? മറുവശത്ത് അബ്ബാസ് തന്റെ ഭാര്യയോടൊപ്പം പുതിയ ജീവിതം തുടങ്ങാമെന്ന് വിചാരിച്ചെങ്കിലും അവന്റെ ഭാര്യ അബ്ബാസിനോടൊപ്പം ജീവിക്കാൻ കഴിയാതെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുന്നു. ഇപ്പോൾ അബ്ബാസിന്റെ ജീവിതം എന്താവും? ഇവിടെ സതീഷ് അമ്മയുടെ കൂടെയാണെങ്കിലും വീണ്ടും ആ മുംബൈ പെൺകുട്ടിയുമായുള്ള ബന്ധത്തിലേക്ക് പോകുന്നു. എങ്കിലും കിരണിനോട് ഇനിയും പ്രതികാരം ചെയ്യണം എന്നവൻ വിചാരിക്കുന്നു. അവൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്നതിനെല്ലാമുള്ള ഉത്തരം സീസൺ 2 വളരെ ഭയാനകമായ മറുപടി നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സീസൺ അവസാനിപ്പിക്കുന്നു. സോ ഈ സീരീസ് കണ്ടതുവരെ എങ്ങനെയുണ്ടായിരുന്നു? ഈ സീരീസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.